Hi everyone, it's me Apshita. So ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ഐം ബാക്ക് ആഫ്റ്റർ വെരി ലോങ് ഷോർട്ട് ബ്രേക്ക് എന്നൊക്കെ പറയാം. അപ്പം IGTV കുറേ ചെയ്തിട്ട് അപ്പം നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാം എന്തായാലും. അപ്പം വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാഫേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു കാര്യത്തെ പറ്റി ഒരു കാര്യവും അറിയില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഒട്ടും അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ പല രീതിയിൽ നമുക്ക് ഈ ഒരു സാധനം കൺവേ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ചിലത് ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, നമുക്ക് ആക്ച്വലി നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ. അപ്പം അതെങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് പറയാം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, സോ വി വിൽ ബി ലേണിംഗ് ഡിഫറെൻറ്റ് വേസ് ടു സേ എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഓക്കെ, സോ ദ ഫസ്റ്റ് വേ ഈസ് വെരി സിമ്പിൾ. നിങ്ങൾ ചിലപ്പം ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ദിസ്. ഓക്കെ, എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയയും ഇല്ല, അങ്ങനെ പറയാറില്ല. ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ദിസ്. ഇത് തന്നെ നമുക്ക് ചെറുതായിട്ട് മാറ്റിയാൽ ഒന്നും കൂടി കിട്ടും. ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ദിസ്. ഒരു ക്ലൂവും ഇല്ല എന്ന് പറയില്ലേ, അതായത് നമുക്ക് തീരെ അതിനെ പറ്റി ഒന്നും അറിയില്ല. സോ ഐ ഹാവ് നോ ഐഡിയ അല്ലെങ്കിൽ ഹാവ് നോ ക്ലൂ, രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ്. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് പഠിച്ചിട്ടേ ആക്ച്വലി കാര്യമുള്ളൂ അല്ലേ. നമുക്ക് ഒരുപാട് തിയറിറ്റിക്കലി പഠിക്കുന്നതിനേക്കാളും പ്രാക്ടിക്കലി നമുക്ക് ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് പഠിക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, സോ ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു ഡെമോ പോലെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയം ഇതേപോലെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളുമായിരിക്കും. അതിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഗ്രാമറും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. സോ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്നിട്ട് ജോയിൻ ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ പല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ആ ടോപ്പിക്, നോ ഐഡിയ നോ ക്ലൂ. ഇത് രണ്ടും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്കറിയാം. ഇനി വരുന്ന രണ്ട് ഫ്രേസസ് ഇല്ലേ, ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആക്ച്വലി കുറച്ചും കൂടി എളുപ്പമാണ്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. എന്തറിയില്ല? ഒന്നും അറിയില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ്. എന്തിനെ പറ്റി? ഇതിനെ പറ്റി എന്ന് നമ്മൾ ഓൾറെഡി എഴുതി. എനിക്ക് ഇതിനെ പറ്റി. സോ അബൌട്ട് ദിസ്. ഓക്കെ, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് എന്ന് എഴുതാം. ഇതിൻ്റെ മീനിങ് എന്താണ്? എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. സോ എനിത്തിങ് എന്ന് വന്നപ്പോൾ നമ്മൾ ഡോണ്ട് നോ യൂസ് ചെയ്തു. ഇതൊന്ന് ഓർമ്മ വെക്കണേ, കാരണം അടുത്ത സെൻറ്റൻസിലേക്ക് വരുമ്പം ഇച്ചിരി കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത സെൻറ്റൻസ് എന്താ അറിയോ? ഡോണ്ട് നോൻ്റെ പകരം ഐ നോ എന്ന് എഴുതാം. ഓക്കെ, ഐ നോ, എനിക്കറിയാം. എന്തറിയാം? ഒന്നും അറിയില്ല. അതായത് ഒന്നും അറിയില്ല എന്ന് നമുക്ക് പോസിറ്റീവിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഐ നോ നത്തിങ് അബൌട്ട് ദിസ് എന്ന് എഴുതിയാൽ മതി. ഐ നോ നത്തിങ് അബൌട്ട് ദിസ്. ഓക്കെ, ഐ നോ നത്തിങ് അബൌട്ട് ദിസ്. സോ എനിത്തിങ് എന്ന് പറയുമ്പം ഡോണ്ട് നോ എന്ന് എഴുതാം. ഇത് തന്നെ പോസിറ്റീവിലേക്ക് വരണം, അതായത് നോ വെച്ച് എഴുതണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ വേർഡ് നത്തിങ്. അപ്പം ആക്ച്വലി ഇതും സെയിം മീനിങ് ആണ്. ഓക്കെ, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസും ഐ നോ നത്തിങ് അബൌട്ട് ദിസും സത്യം പറഞ്ഞാൽ സെയിം മീനിങ് ആണ്, ഡിഫറെൻറ്റ് യൂസേജസ് ആണ്. ഓക്കെ, സോ ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഫാൻസി ആയിട്ട് മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഒരു കാര്യം അറിയില്ല, അതായത് ഒന്നും അറിയില്ല കേട്ടോ, കുറച്ചറിയില്ല അങ്ങനെയല്ല, തീരെ അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ദിസ് എന്ന് പറയാം. ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ദിസ് എന്ന് പറയാം. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് അല്ലെങ്കിൽ ഐ നോ നത്തിങ് അബൌട്ട് ദിസ് എന്ന് പറയാം. ഓക്കെ, സോ ദോസ് വർ ദ ഫ്രേസസ് ഫോർ യു ടുഡേ. ഇനി ഇതല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂസേജസ് അറിയോ എന്നുള്ളത് താഴെ കോമെൻറ്റ് ചെയ്യുക. ആൻഡ് ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്രേസസ് അറിയോ എന്നുള്ളത്. ഓക്കെ, ഒരുപാട് ഫ്രേസസ് ഉണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീഡിയോ
കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് നമ്പറിലേക്ക് വേഗം ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ എവരിബഡി പ്ലീസ് ടേക്ക് കെയർ ആൻഡ് ബൈ. English Cafe. We present you the perfect English.